എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് മാർച്ച് 2-ാം തീയതി തിങ്കളാഴ്ച. മാർച്ച് മാസത്തിലെ ഫസ്റ്റ് വീക്കിലെ ഫസ്റ്റ് സെഷനായിരുന്നു. മാർക്കറ്റ് നമ്മൾ ഭയപ്പെട്ട പോലെ അത്ര ക്രാഷ് ആയില്ലെങ്കിലും നെഗറ്റീവിൽ തന്നെയാണ്. 300 പോയിന്റിന് മുകളിൽ നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ്. നമ്മൾ മറ്റന്നാളത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടും ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമാണ് പറയുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം ചേരുക. അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, അതിലും ഒന്ന് ജോയിൻ ചെയ്ത് സഹകരിക്കുക. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചു വരുന്ന ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വേൾഡ് മാർക്കറ്റുകളെ മൊത്തത്തിൽ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. ഇറാൻ്റെ പരമോന്നത നേതാവിൻ്റെ കൊലപാതകത്തെ തുടർന്ന് ഇപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ നീണ്ടു നിൽക്കുമോ എന്ന ആശങ്കയും ഇതിന് പിന്നാലെയുണ്ട്. മാത്രമല്ല, ക്രൂഡ് ഓയിൽ വിലയിലെ വർധനവും നമ്മുടെ രൂപ ദുർബലമാകുന്നതും എണ്ണ വിതരണത്തിലെ തടസ്സങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ പ്രഷർ വർദ്ധിപ്പിക്കുകയും എനർജി അതുപോലെ കെമിക്കൽ എന്നിവയെ ആശ്രയിക്കുന്ന മേഖലകളുടെ എക്കണോമി പ്രഷർ മാർജിനുകളെ ബാധിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം, ഇന്ത്യ വിക്സ് ഹൈ സൈഡിലേക്ക് പോയിട്ടുള്ളത് വർദ്ധിച്ച അനിശ്ചിതത്വത്തിൻ്റെയും അപകട സാധ്യതയോടുള്ള മുഖം തിരിക്കലിൻ്റെയും സൂചനയാണ്. ഇൻവെസ്റ്റർമാർ പരമ്പരാഗതമായ സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് തിരിയുകയാണ്. മാത്രമല്ല, കൂടുതൽ ക്ലിയറൻസിനായി വെയിറ്റ് ചെയ്യുകയാണ്. ക്രൂഡ് ഓയിൽ വിലയിലെ വർധനവിന് ശേഷം FIS സെല്ലിംഗ് കൂടുതൽ ഉഷാറാക്കിയിട്ടുമുണ്ട്. US-ഉം ഇറാനും തമ്മിലുള്ള യുദ്ധ സംഘർഷങ്ങൾ റിസ്ക് ഓൺ സെൻറ്റിമെൻറ്റ്സിനെ ബാധിച്ചതുകൊണ്ട് ഇൻട്രാഡേയിലെ ഏറ്റവും ലോ ലെവലിൽ നിന്ന് ഇന്ന് ചില ലോസുകൾ റിക്കവർ ചെയ്തെങ്കിലും ഇന്ത്യൻ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകൾ കുത്തനെ താഴേക്ക് വരികയാണ് ചെയ്തത്. ഓട്ടോ, ഓയിൽ, ഗ്യാസ് സ്റ്റോക്കുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ താഴേക്ക് പോയത്. നിഫ്റ്റി ക്ലോസ് ചെയ്യുമ്പോൾ 1.24% ഇടിഞ്ഞിരിക്കുന്നത്. 312 പോയിന്റ് നെഗറ്റീവിൽ 24,865 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സിലേക്ക് വരുമ്പോഴും 1.29% തന്നെയാണ് ഇടിഞ്ഞിരിക്കുന്നത്. 1048 പോയിന്റ് കുറഞ്ഞ് 80,238 ക്ലോസ് ചെയ്തിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 1.14% ഇടിഞ്ഞിരിക്കുന്നത്. 689 പോയിന്റ് കുറഞ്ഞ് 59,839 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 17.13 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് 1.58%, സ്മോൾ ക്യാപ്പ് 1.75% റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടറൽ വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ 2.20% ഇടിഞ്ഞ് ഏറ്റവും മോശം പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതേസമയം നിഫ്റ്റി മെറ്റൽ 0.24% പോസിറ്റീവിലാണ്. നിഫ്റ്റിയിലെ 50 സ്റ്റോക്കുകളിൽ 8 സ്റ്റോക്കുകൾ മാത്രമേ ഇന്ന് പച്ചകത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ ഭാരത് ഇലക്ട്രോണും ഹിൻഡാൽകോയുമാണ് മുന്നിലുള്ളത്. 1.65% മുതൽ 2.08% വരെ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത് ഇൻഡിഗോ ആണ്. 6.36%. ലാർസൺ ടർബോ 4.95%. തുടർന്ന് അദാനി പോർട്സ്, മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങി 42ഓളം സ്റ്റോക്കുകൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 24,600 അടുത്തുള്ള ലോവർ ലെവലുകളിൽ നിന്ന് ഇൻട്രാഡേയിൽ നോക്കുകയാണെങ്കിൽ ഒരു റിക്കവറിയാണ് ഇത്. ഈ ഒരു 5-6 ക്യാൻഡിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇത്തരത്തിലുള്ള ഒരു റിക്കവറി ഉണ്ടായിട്ടും നിഫ്റ്റി ഷോർട്ട് ടൈമിൽ ബെയറിഷ് പ്രഷറിലാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെയിലി ചാർട്ടിലേക്ക് വരുമ്പോൾ പ്രൈസ് റേഞ്ച് പ്രധാന നിയർ ടേം മൂവിംഗ് ആവറേജിനേക്കാൾ താഴെയായിട്ടാണ് ട്രേഡിംഗ് തുടരുന്നത്. ഇത് 25,000 എന്നുള്ള സൈക്കോളജിക്കൽ സോണിന് താഴെയുള്ള നിയർ ടേം ഫാളിനെ തുടർന്ന് സ്ട്രക്ചറലി വീക്ക്നെസ്സിനെയാണ് സ്ഥിരീകരിക്കുന്നത്. RSI ആണെങ്കിൽ 35-ന് ചുറ്റുമാണ് ഉള്ളത്. ഇത് വീക്ക് മൊമെൻറ്റം ഇൻഡിക്കേറ്റ് ചെയ്ത് ഓവർ സോൾഡ് സോണിനോട് അടുക്കുകയാണ്. പക്ഷേ ഇതുവരെ സ്ഥിരീകരിച്ച ബുള്ളിഷ് ഡൈവർജൻസ് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ
24,600. ഇവിടെ നിന്നുള്ള ബൗൺസ് സന്തോഷിച്ചതിനേക്കാൾ ഓപ്പോസിറ്റായിട്ടാണ് സത്യത്തിൽ കാണപ്പെടുന്നത്. കാരണം ഇത് ന്യൂ ബയ്യിങ്ങുകളേക്കാൾ ഷോർട്ട് കവറിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. 25,000-ന് താഴെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം റാലികൾ അഥവാ നടക്കുകയാണെങ്കിൽ തന്നെ അവയ്ക്ക് സെല്ലിംഗ് പ്രഷർ നേരിടാൻ സാധ്യതയുണ്ട്. ബ്രോഡർ ബയാസ് ആണെങ്കിൽ നെഗറ്റീവായിട്ടാണ് തുടരുന്നത്. അതുകൊണ്ട് തന്നെ സെല്ലോൺ റൈസ് അനുകൂലമാണ് താനും. 24,600-ന് താഴെയുള്ള ഡോൺ മൂവിങ് 24,400 എന്നുള്ള ഈ ഒരു റേഞ്ചിലേക്ക്, ഈ ഒരു സോണിലേക്ക് സപ്പോർട്ടായി മാറാൻ കാരണമാകും. നേരെ മറിച്ച് ഇമ്മീഡിയറ്റ് ഡൗൺ സൈഡ് ബയാസും സിഗ്നൽ സ്റ്റെബിലൈസേഷനും നിർവീര്യമാക്കുന്നതിന് 25,000 ഈ ഒരു റേഞ്ചിൽ ഇവിടെ ഗ്യാപ്പ് അപ്പിന് മുകളിൽ 25,200-ന് മുകളിലുള്ള ഇതിന് മുകളിലുള്ള ഒരു സസ്റ്റൈനബിൾ ക്രോസ് ആൻഡ് ക്ലോസ് ആവശ്യമല്ല, അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ഇന്നത്തെ മാർക്കറ്റ് സെന്റിമെന്റ്സ് യുദ്ധത്തിനിടയിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ ഇൻട്രാഡേ ലെവൽ പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ്. മറ്റന്നാൾ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സപ്പോർട്ടിലേക്ക് വരുമ്പോൾ 24,600 എന്നുള്ള ഈ ഒരു സോണിന് താഴേക്ക് പോവുകയാണെങ്കിൽ മാത്രം സെൽ ചെയ്താൽ മതിയാവും ഡൗൺ സൈഡിലേക്ക്. അതേപോലെ അപ്പ് സൈഡിലേക്ക് വരികയാണെങ്കിൽ 24,990, 25,000-ന് മുകളിൽ എൻട്രി എടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് മറ്റന്നാൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് സപ്പോർട്ടായിട്ട് ഈ 59,350 എന്നുള്ള റേഞ്ചിന് താഴെ പോവുകയാണെങ്കിൽ എൻട്രി എടുത്ത് പോകാം. അതുപോലെ തന്നെ അപ്സൈഡിലേക്കാണെങ്കിൽ 60,170 എന്നുള്ള സോണിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ക്രോസ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് എടുത്തു പോകാം. അപ്പോൾ ഈ രണ്ട് ലെവലുകളും നിങ്ങൾ വാച്ച് ചെയ്യുക. ഈ രണ്ട് ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് എൻട്രി ഉചിതമായ സമയത്ത് എടുക്കാൻ ശ്രമിക്കുക. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.